നമസ്തേ ബച്ചോ, ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാഗാഭൂതിൻ്റെ ഒരു ഭാഗമാണ് പഠിച്ചത്. ഇപ്പോൾ നമുക്കതിൻ്റെ രണ്ടാമത്തെ ഭാഗം പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്കിതിൻ്റെ വീട്ടിൽ എപ്പോഴും മധുരപലഹാരങ്ങൾ വെച്ചിരുന്നാൽ മോഷണം പോകുന്നു. ലാസ്റ്റ് ടൈമിൽ അമ്മ ഫ്രിഡ്ജിനുള്ളിൽ വീണ്ടും പലഹാരം കൊണ്ടുവച്ചു. അത് കള്ളനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ അങ്കിത് ദൃഢനിശ്ചയമെടുക്കുന്നു. ബാക്കി നോക്കാം. മേരി ബഹനെ നിശ്ചിത രൂപസേ കഹദിയ, എൻ്റെ സഹോദരി, എൻ്റെ സിസ്റ്റർ ഉറപ്പിച്ചു പറഞ്ഞു. ജരൂർ കോയി ഫൂത് ആക്കർ മിഠായി ഖാ ജാത്താഹി, തീർച്ചയായിട്ടും ഏതോ ഭൂതമായിരിക്കും വന്നീ പലഹാരങ്ങൾ കഴിച്ചിട്ട് പോകുന്നത്. അമ്മ ഔർ ബാബുജി ദോനോംനെ ഹി കഹ, അമ്മയും അച്ഛനും ഒരുപോലെ രണ്ടുപേരും പറഞ്ഞു. കോയി ഭൂതപ്രേത നഹി ഹോത്ത, ഏയ് ഭൂതവും പ്രേതവും ഒന്നുമല്ല. ഏക് സബ് മൻഗഢത് കഹാനിയാം ഹി, അതൊക്കെ മൻഗഢത്ത് കഹാനി, മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന, മനസ്സിൽ ഉണ്ടാക്കി പറയുന്ന മെയ്ഡപ്പായിട്ടുള്ള കഥകളാണ്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നതല്ല. മൻഗഢത് കഹാനിയ ഹേ മേരെ ഘർ കെ നൗകർ ഗോവിന്ദനെ കഹ, അപ്പോൾ എൻ്റെ വീട്ടിലെ ജോലിക്കാരനായി ഗോവിന്ദൻ പറഞ്ഞു. നഹി സാഹബ് ഭൂതപ്രേത ഹോത്തേ ഹേ, അല്ല സാറേ, ഭൂതവും പ്രേതമൊക്കെ ഉണ്ട്. വേ ചുപ്കെ സെ ആക്കർ ചീസേ ലേക്കർ ഗായബ് ഹോ ജാത്തേ ഹേ, അവരൊക്കെ മിണ്ടാതെ വന്നിട്ട് ചീസേ ലേക്കർ ഗായബ് ഹോ ജാത്തേ ഹേ, സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്രത്യക്ഷമാകും. ഗായബ് ഹോന അപ്രത്യക്ഷമാവുക. അപ്പോൾ ഭൂതവും പ്രേതവും ഒക്കെ ഉണ്ട്, അവർ നമ്മളാരും കാണാതെയാണ് വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. हम सब भाई बहनों ने निश्चित रूप से मान लिया कि फूद ही मिठाइयाँ ले जाता है. ഞങ്ങളെല്ലാവരും ഭായി ബഹനും, ഞങ്ങൾ സിസ്റ്ററും ബ്രദറും എല്ലാം നിശ്ചിത രൂപസേ മാൻലിയ, തീർച്ചയായിട്ടും വിശ്വസിച്ചു. ഭൂത ഹി മിഠായിയ ലേ ജാത്തായി, ഭൂതമായിരിക്കും ഈ പലഹാരം എടുത്തുകൊണ്ട് പോകുന്നത്. उस दिन मैंने अम्मा से विशेष आग्रह किया कि रसोई घर में ताला लगा दे. അങ്ങനെ ആ ദിവസം ഞാൻ അമ്മയോട് പ്രത്യേകം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്താ അവൻ്റെ ആഗ്രഹം? രസോയി ഘർമേ, അടുക്കളയിൽ താലാ ലഗാതെ, ലോക്ക് ചെയ്യുക. താലാ ലഗാന ലോക്ക് ചെയ്യുക, അടുക്കള പൂട്ടുക. ഖിഡ്കി ഫി ബന്ദ് കർ ദീഗി, ജനാലകളും അടച്ചു. മൈ കുർസിക്ക് പീച്ചെ ചിപ്കർ ചാങ്കിനെ ലക, എന്നിട്ട് ഞാൻ കസേരയുടെ പിറകിൽ ഒളിച്ചിരുന്നിട്ട് ചാങ്കിനെ ലക എത്തി നോക്കാൻ തുടങ്ങി. മുച്ചി വിശ്വാസ് താക്കി ഭൂത് ആയേക, എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ആ ഭൂതം വരും. മൈ മുസേ ദേഖിന ചഹത്താ ഥാ, ഞാൻ അവനെ കാണാനും ആഗ്രഹിച്ചു. ആരെയാണ്? ഭൂതത്തെ. ഇതിനെ मैंने देखा कि एक बंदर पाइप के सहारे तेजी से चटकर ऊपर आया. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഏക് ബന്ദർ, ഒരു കുരങ്ങൻ, പൈപ്പ് കെ സഹാരെ, പൈപ്പിൻ്റെ സഹായത്തോടു കൂടി തേജി സെ ചട്കർ, വേഗത്തിൽ കയറിയിട്ട് ഊപ്പറായ മുകളിൽ വന്നു. ഉസ്നെ ഖിഡ്കി ഖോലി, അവൻ വന്നിട്ട് ജനാല തുറന്നു. ഔർ രസോയി കർമീൻ ഘുസ്കർ, അടുക്കളയിൽ കടന്നിട്ട് ഫ്രിഡ്ജിക്ക് അന്തർസേ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് മിഠായി ഉടാലി, ആ പലഹാരം എടുത്തു. ഫിർ വഹ് വഹാംസേ നൗദോ ഗ്യാരഹ് ഹോ ഗയ, പിന്നെ അവൻ അവിടെ നിന്ന് എടുത്ത പാതി എടുക്കാത്ത പാതി അവൻ അവിടെ നിന്ന് നൗദോ ഗ്യാരഹ് ഹോ ഗയ, സ്ഥലം കാലിയാക്കി. ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ഓടി. മീൻസില്ലാത്ത ഹുവ ബാഹർക്കി തരഫ് ദൗഡ, ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് പിറകെ ഓടി. ബാഹർക്കി തരഫ് ദൗഡ, പുറത്തേക്ക് ഓടി. അമ്മ ചോർ പകടാകയാ, ഭൂത് ഭൂത് കുച്ച് നഹി ഹേ വഹ് തോ ഏക് ബന്ദർ ഹേ, അമ്മ ഞാൻ കള്ളനെ പിടികൂടി, അത് ഭൂതവും പ്രേതവും ഒന്നുമല്ല, പിന്നെ വഹ് തോ ഏക് ബന്ദർ ഹേ, അതൊരു കുരങ്ങനാണ്. അമ്മ കെ സാത്ത് സബ് ബാഹറാകെ, അമ്മയോടൊപ്പം വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്ക് വന്നു. ബന്ദർ കോ ഫാഗ് തേ ദേഖ് മാംനെ കഹ, ബന്ദർ ഓടുന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും കണ്ടു. ബന്ദർ ഓടുന്ന കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, അരേ തൂ തോ ബഡാ ജാസൂസ് ഹേ, അരേ തൂ തോ ബഡാ ജാസൂസ് ഹേ, എടാ നീ ഒരു വലിയ ഡിറ്റക്റ്റീവ് ആണല്ലോ, ജാസൂസ്.
ആ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഡിറ്റക്റ്റീവാണല്ലോ. തൂനെ തോ ഇത്തിനി ആസാനി സെ ചോർക്കോ പകട്ലിയ, നീ എന്ത് എളുപ്പത്തിൽ ആ നിഷ്പ്രയാസം ആ കള്ളനെ പിടികൂടി. തൂ തോ മേരാ ഹോൻകാർ ബേട്ടാ നികല, നീ എൻ്റെ ധീരനായ പുത്രനായി മാറിയിരിക്കുന്നു. പിതാജിനെ കഹ, അച്ഛൻ പറഞ്ഞു, പഠേ ലിഖേ ബുദ്ധിമാൻ ബച്ചേ ജാഞ്ച് പരക്ക് കർ ഹി കിസി പർ വിശ്വാസ് കർത്തേ ഹേ. അച്ഛൻ പറയുകയാണ്, പഠേ ലിഖേ ബുദ്ധിമാൻ ബച്ചേ, പഠിപ്പുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമാനായ കുട്ടികൾ ജാഞ്ച് പരക്കർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കിസി പർ ഏതൊരു കാര്യത്തിലും വിശ്വാസ് കർത്തേഹേ വിശ്വാസം പുലർത്തുകയുള്ളൂ. അപ്പം എന്താ അച്ഛൻ പറഞ്ഞേ? ആ എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികൾ വെറുതെ ഒരു കാര്യവും ഭൂതവും പ്രേതവും ഉണ്ടെന്നൊന്നും വിശ്വസിക്കില്ല. അവരതെല്ലാം ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ വിശ്വാസത്തിലെടുക്കുകയുള്ളൂ. മേരി ബഹൻ പോലി, എൻ്റെ അനിയത്തി പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, മാസ്റ്റർജീനെ കഹാതാക്കി ഫൂദ് വഹം കാ നാം ഹേ. എൻ്റെ സാറ് പറഞ്ഞിട്ടുണ്ട്, അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, ഫൂത്ത് വഹം കാ നാം ഹേ. വഹം കാ നാം എന്ന് വെച്ചാൽ വെറുതെ പറയുന്നത്, അതായത് മനസ്സിൽ ഉണ്ടാക്കി പറയുന്നതാണ്, അല്ലാതെ ഉള്ള ഒരു സംഭവമൊന്നും അല്ല എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. अब नौकर गोविंद फी जान गया कि फूद वगैरह नहीं होते उसने कहा. ഇപ്പോൾ നൗക്കർ ഗോവിന്ദനും മനസ്സിലായി ഭൂതമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്ന്. ഉസ്നെ കഹ, അദ്ദേഹം പറഞ്ഞു, അങ്കിത് ഭയ്യ ലാലച്ചി ജരൂർ ഹേ. അങ്കിത് ഭയ്യ, ലാലച്ചി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അത്യാഗ്രഹി, കൊതിയൻ എന്നൊക്കെ അർത്ഥം. ലാലസി ചേരുക, തീർച്ചയായിട്ടും അവൻ കൊതിയനാണ്. പറയുന്നാൽ ചൂട്ടേയ ചോർനഹി, കള്ളം പറയുന്നവനും കള്ളനും ഒന്നുമല്ല. അവൻ ഇച്ചിരി കൊതിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അവന് കള്ളം പറയത്തുമില്ല, മോഷ്ടിക്കുകയുമില്ല. ഐസി ലോകോങ്കോ തേക്ക് ഖർത്തോ ഫൂദു ഫി ദും ദബാക്കർ ഫാഗ് ചായ. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ ഭൂതം പോലും ദും ദബാക്കർ ഫാവു ചായേക, ജീവനും കൊണ്ടോടും. ദും ദബാക്കർ ഫാഗിന, ജീവനും കൊണ്ടോടുക, സ്ഥലം കാലിയാക്കുക എന്നൊക്കെ പറയും. ഇതും ഒരു ഫ്രേസാണ്, വാക്യത്തെ പ്രയോഗിക്കാനായിട്ട് നല്ല വാക്കാണ്, എക്സാമിനൊക്കെ ചോദിക്കാൻ കൊള്ളാം. സബ് ഖിൽഖിലാക്കർ ഹസ്നലക, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇന്നത്തെ മോറൽ എന്താണ്? പഠേ ലിഖേ ബുദ്ധിമാൻ ബച്ചേ ജാഞ്ച് പരക്കെ ഖർഹി കിസി ബാത് പർ വിശ്വാസ് കർത്തേ. ഇത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഒന്നും തന്നെ വെറുതെ വിശ്വസിക്കുകയില്ല. അവരെല്ലാം ടെസ്റ്റ് ചെയ്ത് പരീക്ഷണത്തിൽ കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. ഇതാണ് ഈ പാഠത്തിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പാഠം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അഭ്യാസങ്ങൾ അടുത്ത ക്ലാസ്സായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ധന്യവാദ്.